ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കേഷനായ കാരണം കുറച്ച് വൈകി തന്നെയാണ് എണീക്കുന്നത്. അതിൻ്റെ ഇടയിൽ പൂച്ചക്കുട്ടന്മാരൊക്കെ എന്താ എനിക്ക് എന്തെങ്കിലും തരുമോ നോക്കിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എണീക്കുമ്പോഴേക്കും എൻ്റെ അമ്മ, കുട്ടികൾ എല്ലാവരും എണീറ്റിട്ടുണ്ടാവും. ഏറ്റവും അവസാനം എണീറ്റ് വരുന്നത് ഞാനാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം എനിക്ക് വിളക്കൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി പതുക്കെ എണീറ്റാൽ മതി. പിന്നെ അമ്മ എനിക്ക് നല്ല ഹെൽപ്പിങ് ആട്ടോ, എല്ലാം ചെയ്തു തരും. അപ്പോൾ ഞാൻ എത്ര വൈകി എണീറ്റാലും അമ്മയെന്നൊന്നും പറയില്ല കേട്ടോ. നല്ല സ്നേഹമുള്ള അമ്മ കേട്ടോ. പിന്നെ ചായയൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് ചായ കുടിക്കാനിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അബി എണീറ്റ് വന്നിട്ടുണ്ട്, അച്ചു എണീറ്റിട്ടില്ല കേട്ടോ. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുകയാണ്. അമ്മ ഒന്ന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ പുട്ടാണ് രാവിലേക്ക്, മാവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ പുട്ടാണ്. പുട്ടൊന്നും വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ ആർക്കും. എന്നാലും ഞാൻ പുട്ടിൻ്റെ പൊടി ഇരിക്കണം കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഉടയ്ക്കാണ്, തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കുക കേട്ടോ. ചട്നി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് കടലക്കറിയോ പഴമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അബിക്കും അച്ഛനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവർക്കൊന്നും അത് കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല. ചട്നി കൊടുത്ത് അവർക്ക് ചട്നി തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനിത് ഇന്നലെ വാങ്ങിയ ഗ്യാസ് സ്റ്റവാണ് കേട്ടോ. നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിയതാട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പുട്ടൊക്കെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അബി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൻ ജ്യൂസ് അടിക്കുകയാണ്, ബനാന ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. അവൻ രാവിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കഴിച്ച് വയറ് നിറച്ചോളും കേട്ടോ. അപ്പോൾ തന്നെ അച്ചു എണീറ്റ് വന്നിട്ടുള്ളൂ. പിന്നെ അവൻ കുറച്ച് പതുക്കെയൊക്കെ ചെയ്യുള്ളൂ. സ്കൂളിൽ അവനെ ഭയങ്കര മടിയാണ് ആൾക്ക് അതൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ പുട്ടൊക്കെ ആയിട്ടുണ്ട്, ഞാൻ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുട്ട്. എന്നാലും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഞാൻ അധികം സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് പൊട്ടുന്ന പാത്രങ്ങളൊന്നും കയ്യിൽ പറ്റില്ല കേട്ടോ, വേഗം ഉടഞ്ഞു പോവേ. അപ്പോൾ ഞാൻ അധികം സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ പാത്രമൊക്കെ നിറയെ ഉണ്ടായിരുന്നു, ഒക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഇന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ പോകണം കേട്ടോ. പിന്നെ ഇത് ഉച്ചയ്ക്കത്തെ ഞാനൊരു ക്ലിപ്സാണ് കേട്ടോ വോട്ട് ചെയ്യാൻ പോകുന്നത്.